الحمد لله الذي جعل النار موعدا للمتقين وحجابا عن الكافرين. أشهد أن لا إله إلا الله وحده لا شريك له، وأشهد أن محمدا عبده ورسوله الذي كان يبكي من خشية الله حتى تبتل لحيته. اللهم صل وسلم على سيدنا محمد وعلى آله وصحبه أجمعين. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد، فيا عباد الله اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഏറ്റവും സ്നേഹം നിറഞ്ഞ സത്യാന്വേഷികളായ വിശ്വാസികളെ, വിശ്വാസിനികളെ, സൃഷ്ടിച്ച് പരിപാലിക്കുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾക്ക് വിധേയമായി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് എന്നോടൊന്നുപോലെ എല്ലാ ഓരോരുത്തരോടും അതീവ ഗൗരവത്തോടുകൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും നിർദ്ദേശങ്ങളും എല്ലാം കഴിവിന്റെ പരമാവധി ജീവിതത്തിൽ പാലിക്കുകയും നാളെ മരണാനന്തര ജീവിതത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കണ്ടുമുട്ടുന്ന നാളിൽ അവന്റെ ഇഷ്ടദാസന്മാരുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തുകയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുകയും ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ സൂര്യൻ ജ്വലിച്ചു നിൽക്കുന്ന ഈ വേനൽക്കാലത്ത് നാം ഓർത്തിരിക്കേണ്ടുന്ന ചില പ്രധാനപ്പെട്ട കാര്യങ്ങളെ കുറിച്ചാണ് ഇന്നത്തെ ഖുതുബയിൽ ഓർമ്മപ്പെടുത്തുവാൻ ഉദ്ദേശിക്കുന്നത്. ചൂട് കൂടുമ്പോൾ വിശ്വാസികൾ എന്ന നിലക്ക് നാം ഓർക്കേണ്ടത് ഭയാനകമായ നമ്മെ കാത്തിരിക്കുന്ന പരലോകത്തെയും ആ പരലോകത്തെ വിചാരണയ്ക്ക് ശേഷം പേടിപ്പെടുത്തുന്ന ഭീതിജനകമായ നരകത്തെയാണ് നാം ഓർക്കേണ്ടത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി ഹദീസിൽ കാണാം, നരകം അല്ലാഹുവിനോട് ആവലാതി പറയുന്ന ഒരു ഹദീസിൽ കാണാം, ഇഷ്തഖത്തിൻ നാറു ഇലാ റബ്ബിഹാ ഫഖാലത്, നരകം അതിന്റെ രക്ഷിതാവിനോട് പരാതിപ്പെടുകയാണ്. എന്താണ് പരാതിപ്പെടുന്നത്? റബ്ബി അകല ബഅദൻ, എന്റെ റബ്ബേ, എന്റെ രക്ഷിതാവേ, എന്റെ ഒരു ഭാഗം മറുഭാഗം തിന്നു തീർക്കുകയാണ്. നരകത്തിന്റെ രക്ഷിതാവായ അല്ലാഹുവോട് പറയുകയാണ്, അല്ലാഹുവേ, എന്റെ ഒരു ഭാഗം മറ്റൊരു ഭാഗം തിന്നു തീർക്കുന്നു. ഫാദിന ലഹാ ബിനഫസൈനി നഫസിൻ ഫീ ശതാഇ വനഫസി ഫീ സ്വൈഫ്.
അപ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ നരകത്തിന് രണ്ട് നിശ്വാസങ്ങൾക്ക് അല്ലാഹു അനുമതി നൽകുകയുണ്ടായി. എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, فأشد ما تجدون من النار من الحر. അത് ഒന്ന് ശൈത്യകാലത്താണ്, ഒന്ന് തണുപ്പുള്ള കാലത്തും ഒന്ന് അതിശക്തമായ ചൂടുള്ള സമയത്ത്. കഠിനമായ തണുപ്പ് വരുന്നത് ആ നരകം അതിനൊരു ആശ്വാസം എന്ന നിലക്ക് അത് പുറപ്പെടുന്ന ഒരു നിശ്വാസം. അതാണ് നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന തണുപ്പ്. അതുപോലെ മറ്റൊരു വിശ്വാസമാണ് നരകത്തിന്റെ കഠിനമായ ചൂട്. അതിൽ നിന്നൊരൽപ്പം നമ്മൾ ദുനിയാവിൽ അനുഭവിക്കുന്ന ഈ പ്രയാസം അതും നരകത്തിന്റെ നിശ്വാസത്തിൽപ്പെട്ട ഒന്നാണ് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത്. മാത്രമല്ല നരകം എന്നത് അതിന്റെ പ്രയാസപ്പെടുന്ന ചൂടുകൾ അല്ലാഹുവിന്റെ റസൂലിന്റെ മറ്റൊരു ഹദീസിൽ കാണാം, നാം ദുനിയാവിൽ അനുഭവിക്കുന്ന ചൂട് അത് നരകത്തിന്റെ 70-ൽ ഒരു അംശമാണ് എന്നാണ്. ബാക്കി 69 ഇരട്ടിയും നാളെ പരലോകത്ത് അനുഭവിക്കാനുള്ളതാണ്. ഈ നമ്മളിവിടെ ദുനിയാവിൽ അനുഭവിക്കുന്ന ഒരു അംശം അതുകൂടെ ചേർത്ത് വെച്ച് നാളെ പരലോകത്ത് 70 ഇരട്ടിയാണ് നരകത്തിലെ ചൂട് എന്നതാണ്. അതുകൊണ്ടാണ് സഹാബികൾ നരകത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, നരകത്തെക്കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്തപ്പോഴൊക്കെ അവരത് അനുഭവിച്ചറിയുന്ന പോലെയായിരുന്നു പ്രവാചകനിൽ നിന്ന് അവർ കേട്ടിരുന്നത്. മാത്രമല്ല ജീവിതത്തിൽ, കുടുംബജീവിതത്തിനിടയിൽ പലപ്പോഴായി പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങൾ ഹൃദയത്തിലേക്ക് വരുമ്പോൾ സഹാബികൾ നരകവുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ അവരുടെ ഹൃദയത്തിന്റെ അന്തരാളങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അവർ കരയായിരുന്നു എന്നാണ്. അവരെ കരയിപ്പിച്ചു കളഞ്ഞത് പരലോകവും നരകവും ആലോചിക്കുമ്പോഴാണ്. മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുടുംബജീവിതത്തിൽ ഭാര്യയുടെ മടിയിൽ തലവെച്ച് കുടുംബ വർത്തമാനങ്ങളും തമാശയും കളികളും എല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു വേളയിൽ അദ്ദേഹത്തിന്റെ കണ്ണുകളിൽ നിന്ന് അറിയാതെ കണ്ണുനീർ വീഴുകയാണ്. അസമയം അദ്ദേഹത്തിന്റെ ഭാര്യയുടെ കണ്ണുകൾ നിറഞ്ഞു. ഭാര്യയോട് അദ്ദേഹം ചോദിച്ചു, അല്ല, നീ എന്തിനാണ് കരഞ്ഞത്? നിന്റെ കണ്ണ് എന്തിനാണ് നിറഞ്ഞത് എന്ന് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു ഭാര്യയോട് ചോദിച്ചപ്പോൾ ഭാര്യ പറഞ്ഞു, അങ്ങ് നമ്മുടെ കുടുംബ വർത്തമാനങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ നമ്മുടെ മക്കളുടെ ജീവിതത്തെക്കുറിച്ച്, നമ്മുടെ കഴിഞ്ഞ കാലഘട്ടത്തിലെ അസുലഭമായ സുന്ദരമായ നിമിഷങ്ങളെ കുറിച്ചെല്ലാം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്ന ഈ സന്തോഷകരമായ വേളയിൽ അങ്ങയുടെ കണ്ണുകൾ നിറഞ്ഞപ്പോ അങ്ങേക്ക് എന്തോ ഒരു വിഷമം ബാധിച്ചിട്ടുണ്ടാകാം എന്ന് ഞാൻ മനസ്സിലാക്കി. അതാണ് എന്റെ കണ്ണുകൾ നിറഞ്ഞത് എന്ന് അദ്ദേഹത്തോട് ഭാര്യ മറുപടി പറഞ്ഞപ്പോ ഭാര്യയോട് അദ്ദേഹം പറഞ്ഞു, അല്ല മോളെ, എന്റെ കണ്ണുകൾ നിറഞ്ഞത് നമ്മുടെ കുടുംബ വർത്തമാനങ്ങൾക്കിടയിൽ ഇനി നമ്മുടെ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്നാലോചിച്ചുകൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും മക്കൾ വളർന്നു വരുന്നതിനെ കുറിച്ചും അവരെ വളർത്തുന്നതിന്റെ പ്രയാസങ്ങളും എല്ലാം ആലോചിച്ചല്ല എന്റെ കണ്ണുകൾ നിറഞ്ഞത്. മറിച്ച് സൃഷ്ടാവായ ലോകരക്ഷിതാവായ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വേദഗ്രന്ഥമായ പരിശുദ്ധ ഖുർആനിന്റെ 2 വചനങ്ങൾ അറിയാതെ എന്റെ ഹൃദയത്തിലൂടെ കടന്നുപോയപ്പോഴാണ് എന്റെ കണ്ണുകൾ നിറഞ്ഞ് ഒഴുകിയത് എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. എന്നിട്ട് അദ്ദേഹം ആ ആയത്ത് ഓതിക്കൊടുക്കുകയാണ്. വിശുദ്ധ ഖുർആനിലെ
19-ാം അധ്യായം സൂറത്ത് മറിയം 71-72 വചനങ്ങൾ. വഇൻ മിൻകും ഇല്ലാ വാരിദുഹാ കാന അലാ റബ്ബിക ഹത്മൻ മഖ്ദിയാ ثم ننجي الذين اتقوا ونذر الظالمين فيها جثيا وإن منكم إلا واردها അതിന്റെ മുന്നിൽ വരാത്തവരായി ഒരാളും തന്നെയില്ല. ഏതാണ് ആ നരകമെന്ന ഭയാനകമായ തിന്മകൾ ചെയ്ത് തോന്നിവാസങ്ങൾ ചെയ്ത് ശിർക്കും ബിദ്അത്തുകളും അങ്ങനെയുള്ള എല്ലാ മാലിന്യങ്ങളും ചെയ്തു പോയ ആളുകൾ, അവരെ ശിക്ഷിക്കാൻ വേണ്ടി അല്ലാഹു ഒരുക്കി വെച്ചിട്ടുള്ള നരകത്തിന്റെ മുന്നിൽ വരാത്തവരായി മനുഷ്യരുടെ കൂട്ടത്തിൽ ഒരാളുമില്ല എന്നാണ്. ഒന്നാമത്തെ മനുഷ്യൻ ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ഈ ദുനിയാവ്, ഈ പ്രപഞ്ചം അത് തകർന്നു വീഴുന്ന ഖിയാമത്ത് നാളിന്റെ ആ ദിവസം പിറന്നു വീഴുന്ന പിഞ്ചോമന പൈതലടക്കം നരകത്തിന്റെ മുന്നിൽ വരും. അവിടെ അമ്പിയാക്കന്മാർ, സ്വാലിഹീങ്ങൾ, സിദ്ദീഖീങ്ങൾ, അങ്ങനെ നന്മ ചെയ്തവരും ആ നരകത്തിന്റെ മുന്നിൽ വരും. ഹബീബായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ നരകത്തിന്റെ മുന്നിൽ വരുമെന്നാണ്. ഞാനും നിങ്ങളും, നമ്മുടെ മക്കളും, നമ്മുടെ ഭാര്യമാരും, മാതാപിതാക്കളും, സഹോദരങ്ങളും, നമ്മുടെ കൂട്ടുകാരുമെല്ലാം ആ നരകത്തിന്റെ മുന്നിൽ വരും. ആ നരകത്തെ ലോകത്തുള്ള മുഴുവൻ മനുഷ്യർക്കും കാണിച്ചു കൊടുക്കുക എന്നത് കാന റബ്ബിക ഹത്മൻ മഖ്ദിയ, സൃഷ്ടികർത്താവായ അല്ലാഹുവിന്റെ ഗണ്യമായ തീരുമാനത്തിന്റെ ഭാഗമാണ്. സ്വർഗാവകാശികളായ ആളുകൾ നരകത്തിന്റെ മുന്നിൽ വരുമെന്നാണ്. ആ നരകം കണ്ട് സ്വർഗത്തിലേക്ക് പോകുമ്പോഴാണ് റബ്ബേ, ഈ ഭീതിതമായ നരകത്തിന്റെ പ്രയാസകരമായ അവസ്ഥകളിൽ നിന്നാണല്ലോ ഞാൻ രക്ഷപ്പെട്ടത് എന്ന ആ സ്വർഗം കിട്ടിയതിന്റെ മഹത്വം അവനക്ക് മനസ്സിലാവുകയുള്ളൂ. അതിനു വേണ്ടിയിട്ടാണ് ഈ ആയത്ത് ഓർത്തുപോവുകയാണ് അദ്ദേഹം. 72-ാമത്തെ വചനത്തിൽ അല്ലാഹു പറഞ്ഞു, എന്നിട്ട് അങ്ങനെ ലോകത്തുള്ള കോടിക്കണക്കിന് മനുഷ്യർ ആ നരകത്തിന്റെ മുന്നിൽ വന്ന് നരകം കണ്ട് പേടിച്ച് ഭയപ്പെട്ട് നിൽക്കുന്ന ആ സന്ദർഭത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രക്ഷപ്പെടുത്തുന്ന ആളുകൾ ثم ننجي الذين اتقوا, തഖ്വയുള്ള ആളുകളെ അല്ലാഹു അവിടെ രക്ഷപ്പെടുത്തുമെന്നാണ്. ജീവിതത്തിൽ തിന്മകളിൽ നിന്ന് മാറി നിന്നവർ, ശിർക്കിൽ നിന്നും ബിദ്അത്തിൽ നിന്നും തോന്നിവാസങ്ങളിൽ നിന്നും അധാർമിക പ്രവർത്തനങ്ങളിൽ നിന്നും അങ്ങനെ എല്ലാ തിന്മകളിൽ നിന്നും സൂക്ഷ്മത പാലിച്ച് ജീവിതം മുന്നോട്ട് നയിച്ച ആളുകൾ ആ നരകത്തിന്റെ മുന്നിൽ നിന്ന് അല്ലാഹു അവരെ രക്ഷപ്പെടുത്തും. അതല്ലാതെ ആളുകൾ മുട്ടുകുത്തിക്കുന്ന അവസ്ഥയിൽ അവരെ അല്ലാഹു നരകത്തിലേക്ക് വലിച്ചെറിയുമെന്നാണ്. ഈ ആയത്ത് ഓർത്തപ്പോഴാണ് അബ്ദുല്ലാഹി ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കുടുംബ ജീവിതത്തിൽ കരഞ്ഞുപോയത്. സഹോദരങ്ങളെ, നമ്മൾ ഈ ചൂട് അനുഭവിക്കുമ്പോൾ നമ്മൾ ആലോചിക്കേണ്ടതാണ്, നാളെ മഹ്ശർ എന്ന പ്രയാസകരമായ അവസ്ഥ വരാനുണ്ട്. ആ മഹ്ശറിൽ ഏറ്റവും ഉയർന്ന ചൂടിന്റെ ആ അവസ്ഥയിലായിരിക്കും നമ്മൾ നിൽക്കേണ്ടത്. സൂര്യൻ ഒരു ചാണകല മാത്രമാണ് നമ്മുടെ തലക്ക് മീതെ നിൽക്കുന്നത്. പരലോകത്ത് സൂര്യൻ ഒരു മൈൽ ദൂരത്ത് നിൽക്കുമ്പോൾ മനുഷ്യരെല്ലാവരും അവർ ചെയ്തു പോയ പാപത്തിന്റെ തോതനുസരിച്ച് ആ വിയർപ്പിൽ മുങ്ങി നിൽക്കുന്ന അവസ്ഥയാണ്. കാൽപാദം വരെ വിയർപ്പിൽ നിൽക്കുന്നവർ, കാലിന്റെ മുട്ട് വരെ, അരവരെ, അതുപോലെ പൂക്കൾ വരെ, നെഞ്ചുവരെ, കഴുത്തുവരെ, തല മുഴുവനായിട്ട് മുങ്ങി നിൽക്കുന്ന ആളുകൾ, ഓരോരുത്തരും ചെയ്തു പോയ പാപത്തിന്റെ തോതനുസരിച്ച് അവർ ആ വിയർപ്പിൽ അങ്ങനെ മുങ്ങി നിൽക്കുന്ന ഭീതിതമായ അവസ്ഥയാണ്. അങ്ങനെ നിൽക്കുന്ന ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്തുന്ന, തണൽ നൽകി അനുഗ്രഹിക്കുന്ന ആളുകൾ
7 വിഭാഗം ആളുകളെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി കാണാം. ഒന്ന് നീതിമാനായ ഭരണാധികാരിയാണ്, പ്രജകളോട് എല്ലാവരോടും ഒരുപോലെ നീതിയോടുകൂടി വർത്തിച്ച ഭരണാധികാരി. രണ്ടാമത്തേത് അല്ലാഹുവിനെ ഓർത്ത് ജീവിക്കുന്ന, അല്ലാഹുവിനെ ഓർത്ത് വളർന്ന, ചെറുപ്പം മുതലേ അല്ലാഹുവിനെ ആരാധിച്ച് വളർന്ന യുവാവ്. യുവത്വം എന്നത് അത് തിന്മയിലേക്ക് വിടാനുള്ളതല്ല. അല്ലാഹുവിന്റെ കൽപ്പനകളെ ശിരസാ വഹിച്ച് ജീവിച്ച് പള്ളിയോട് അടുപ്പമുണ്ടാകുന്ന എല്ലാ ആരാധനാ കർമ്മങ്ങളിലും നമ്മുടെ യുവത്വത്തിന്റെ ആ ഊർജം എന്നത് അതിനുവേണ്ടി ഉപയോഗിക്കേണ്ടവരാണ്. അങ്ങനെ അല്ലാഹുവിനെ ആരാധിച്ച് വളർന്ന യുവാക്കൾക്ക് പരലോകത്ത് അല്ലാഹുവിന്റെ അംശത്തിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുമെന്നാണ്. മൂന്നാമത്തേത് ഹൃദയം പള്ളിയുമായി ബന്ധിപ്പിക്കപ്പെട്ട ആളുകൾ. 5 വക്ത് നമസ്കാരങ്ങൾക്ക് വേണ്ടി ജമാഅത്തിന് വേണ്ടി പള്ളിയിൽ വരിക. പള്ളിയിൽ ജമാഅത്ത് നമസ്കാരത്തിന് വേണ്ടി മാത്രമല്ല, പള്ളിയുടെ ഏത് കാര്യങ്ങളുമുണ്ടെങ്കിലും അതിൽ അവർ മുൻപന്തിയിലുണ്ടാകും. പള്ളി വൃത്തിയാക്കാൻ, പള്ളിയിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ, പള്ളി ഒരു ടാപ്പിൽ വെള്ളം വരുന്നില്ലെങ്കിൽ അത് ശരിയാക്കാൻ, പള്ളിയിലെ ഒരു ഫാൻ കംപ്ലൈന്റ് ആയാൽ, പള്ളിയിലെ എന്തെങ്കിലും ഒരു പ്രയാസങ്ങൾ, അതിലൊക്കെ അവർ മുൻപന്തിയിലുണ്ടാകും. അങ്ങനെ പള്ളിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളിലും ഹൃദയം പള്ളിയുമായി ബന്ധിപ്പിക്കുന്ന ആളുകൾ അവർക്ക് അല്ലാഹുവിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുമെന്നാണ്. നാലാമതായി അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ച ആളുകൾ. സ്നേഹമെന്നത് ഇന്ന് നമ്മൾ സ്നേഹിക്കുന്ന ദുനിയാവിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. നമ്മുടെ കാര്യം നടക്കാൻ വേണ്ടി പലപ്പോഴും നമ്മൾ സ്നേഹിക്കും. എന്നാൽ അല്ലാഹുവിന്റെ മാർഗത്തിൽ സ്നേഹിക്കുന്ന ആളുകൾ, ദീനിന്റെ മാർഗത്തിൽ സ്നേഹിക്കുക, അങ്ങനെയായിരിക്കണം. അതുപോലെ നല്ല അന്തസ്സുള്ള ഒരു സ്ത്രീ, കുലീനയായ ഒരു സ്ത്രീ, പണമുള്ള, സൗന്ദര്യമുള്ള, എല്ലാ നിലക്കും അധികാരമുള്ള ഒരു സ്ത്രീ, അവനെ അധാർമികമായ പ്രവർത്തനത്തിന് വിളിക്കുമ്പോൾ അതിൽ നിന്ന് മാറി നിൽക്കുന്ന, അതിനെ നിരസിച്ച ആളുകൾ. യൂസുഫ് നബി അലൈഹി സ്വലാമിനെ പോലെ, യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ചരിത്രമതാണ് നമ്മളെ പഠിപ്പിക്കുന്നത്. അദ്ദേഹത്തെ രാജാവിന്റെ പത്നി വേശ്യാവൃത്തിക്ക് വേണ്ടി വിളിച്ചപ്പോ അദ്ദേഹം ഞാൻ അല്ലാഹുവിനെ ഭയപ്പെടുന്നു എന്ന് പറഞ്ഞ് തിരിഞ്ഞോടുന്നതാണ് നമ്മൾ കാണുന്നത്. ആ രാജാവിന്റെ പത്നി എന്ന് പറയുന്നത് അധികാരമുണ്ട്, സൗന്ദര്യമുണ്ട്, പണമുണ്ട്, അങ്ങനെയുള്ള എല്ലാ അർത്ഥത്തിലും ഒരു തോന്നിവാസം ചെയ്യാനുള്ള എല്ലാ സിറ്റുവേഷനും ഉണ്ടായിട്ടും അതിൽ നിന്ന് മാറി നിൽക്കുന്ന ആളുകൾ, അവർക്കാണ് നാളെ പരലോകത്തിന്റെ തണൽ നൽകി അല്ലാഹു അനുഗ്രഹിക്കുക. അതുപോലെ തന്നെ കൊടുത്തത്, ദാനധർമ്മം കൊടുക്കുന്നത് അത് പരസ്യമാക്കാതെ, വലതു കൈ കൊടുത്തത് ഇടതു കൈ പോലും അറിയാതെ ദാനധർമ്മം ചെയ്യുന്ന ആളുകൾ. നമ്മൾ പലപ്പോഴും സ്വതക്ക നൽകാറുണ്ട്. ഇന്നത്തെ സ്വതക്കകളും ഇന്നത്തെ ദാനധർമ്മങ്ങളൊക്കെ ആളുകൾ അറിയപ്പെടാൻ വേണ്ടിയാണ്. അവൻ വലിയ ധർമ്മിഷ്ഠനാണ് എന്നറിയാൻ, രോഗികളെ സഹായിക്കുന്നത്, വീട് വെച്ചു കൊടുക്കുന്നത്, ഇതൊക്കെ പത്രങ്ങളിലും സോഷ്യൽ മീഡിയയിലൊക്കെ വാർത്ത വരാൻ വേണ്ടി, പ്രകടന പരതയ്ക്ക് പിന്നാലെ പോകുന്ന ആളുകൾ വലിയ സംഭവമാണ് എന്ന് ജനങ്ങളെ അറിയിക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ. അങ്ങനെ ദാനധർമ്മം ചെയ്യുന്നത് കൊണ്ട് പരലോകത്ത് യാതൊരു പ്രയോജനവുമില്ല. നമ്മൾ ചെയ്യുന്ന സ്വതക്ക, നമ്മൾ ആരെയാണ് സഹായിക്കുന്നത്, ആ സഹായിക്കുന്ന ആളുപോലും അറിയാത്ത രീതിയിൽ സഹായിക്കാൻ സാധിക്കണം. അതാണ് വലതു കൈ കൊടുക്കുന്നത് ഇടതു കൈ പോലും അറിയാതെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ. അങ്ങനെ സഹായിക്കുന്നവർക്കാണ് നാളെ അർശിന്റെ തണൽ അല്ലാഹു നൽകി അനുഗ്രഹിക്കുക എന്നതാണ്. അതുപോലെ ഒറ്റക്കിരുന്ന് ആരുമില്ലാത്ത സന്ദർഭങ്ങളിൽ, രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ലോകം മുഴുവനും കിടന്നുറങ്ങുമ്പോൾ അല്ലാഹുവിനെ ഓർത്ത് കരയുന്ന കണ്ണിന്റെ ഉടമ, അല്ലാഹുവിനെ ഓർത്ത് കരയുക, അല്ലാഹു നൽകിയ അനുഗ്രഹങ്ങൾ ആസ്വദിച്ച് ജീവിക്കുന്ന നമ്മൾ ആ അല്ലാഹുവിന്റെ കൽപ്പനകൾ അനുസരിച്ച് ജീവിക്കുന്നുണ്ടോ എന്ന് ആലോചിക്കാൻ, ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കുന്നുണ്ടോ, അതിൽ എന്തെങ്കിലും അപാകതകൾ വരുന്നുണ്ടോ എന്ന് ആലോചിച്ച് കരയാൻ. നാളെ പരലോകത്ത് ഭീതിതമായ നരകത്തെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും സ്വർഗം ലഭിക്കുമോ എന്ന ആ ഒരു കരച്ചിൽ,
അബ്ദുല്ലാഹി റവാഹ റളിയല്ലാഹു അൻഹു പോലെയുള്ള സഹാബത്തിനെ കരയിപ്പിച്ചത് അതാണ്. അങ്ങനെ കരയുന്ന കണ്ണിന്റെ ഉടമക്ക് അവർക്ക് നാളെ പരലോകത്ത് അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുമെന്നതാണ്. അതുപോലെ സഹോദരങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നരകത്തെ കുറിച്ച് ഓർക്കുമ്പോൾ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് ആ കണ്ണുകൾ താടി രോമങ്ങളിലൂടെ കണ്ണുനീർ ഒഴുകുമായിരുന്നു എന്ന് ചരിത്രത്തിൽ കാണാൻ സാധിക്കും. മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു അദ്ദേഹം മരണസമയത്ത് അദ്ദേഹം കരഞ്ഞുകൊണ്ട് പറയുകയുണ്ടായി, കഠിനമായ ചൂടുള്ള പകലുകളിൽ അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിച്ച് ദാഹിച്ചു വലഞ്ഞ ആ പുണ്യം ഇനി എനിക്ക് ലഭിക്കില്ലല്ലോ എന്നോർത്ത് അദ്ദേഹം കരയാറുണ്ടായിരുന്നു എന്നാണ്. മരിക്കുന്ന വേളയിൽ, മരണവേളയിലാണ് അദ്ദേഹം കരയുന്നത്. കഠിനമായ ചൂടുള്ള വേളയിൽ ദാഹിച്ചു വലഞ്ഞ് അല്ലാഹുവിന് വേണ്ടി നോമ്പനുഷ്ഠിക്കുവാൻ എന്റെ മരണത്തോടു കൂടി എനിക്കത് സാധിക്കുകയില്ലല്ലോ. ആ കരയാനുള്ള കാരണം എന്താണ്? ദുനിയാവിലെ ഉന്നത്തെ അവർ പാരത്രികമായ രക്ഷക്കുള്ള വഴിയാണ് അവർ കണ്ടത്. ദുനിയാവിൽ അവർ അനുഭവിക്കുന്ന ചൂട് അവരാലോചിച്ചത് ഇതിനേക്കാളും വലിയ ചൂട് നാളെ ലോകത്ത് വരാനുണ്ട്. അതിനോടാണ് അവർ തട്ടിച്ചു നോക്കിയിരുന്നത്. അതുകൊണ്ട് ഇനി അത്തരം ആരാധനാകർമ്മങ്ങൾ എനിക്ക് ചെയ്യാൻ സമയമില്ലല്ലോ എന്ന് ആലോചിച്ച് അവർ കരയാറുണ്ടായിരുന്നു. നരകത്തെക്കുറിച്ച്, ആ നരകത്തിന്റെ ചൂടിനെ കുറിച്ച് പൂർവികരായ ചില പണ്ഡിതന്മാർ പാടിയ കവിതകൾ കാണാം. ദുനിയാവിലെ വെയിലിനെ പേടിച്ച് നീ ഓടിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിലെ ചൂടിൽ നിന്ന് ശമനം ലഭിക്കാൻ, രക്ഷപ്പെട്ടാൻ തണൽ മരങ്ങൾ നോക്കി പോകുന്നവർ, അതുപോലെ എയർ കണ്ടീഷനായ റൂമുകൾ, ഫാന്, അതിൽ നിന്ന് സംരക്ഷണം ലഭിക്കാനുള്ള, ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ അതിനുള്ള മാർഗങ്ങൾ തേടിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. എന്നിട്ട് കവി പറഞ്ഞു, എങ്കിൽ ആ നരകത്തിലെ ആളിക്കത്തുന്ന തീയിനെ പേടിച്ച് നീ എന്നാണ് ഓടി രക്ഷപ്പെടുക എന്ന് ചോദിക്കുക. സഹോദരങ്ങളെ, നമ്മുടെ മരണം കടന്നു വന്നാൽ ആ നരകത്തിലെ ചൂടിനെ ഭയപ്പെട്ട് അതിൽ നിന്ന് രക്ഷപ്പെടുവാനുള്ള എന്ത് പാതേയമാണ്, എന്ത് കർമ്മങ്ങളാണ് നമ്മുടെ ജീവിതത്തിലുള്ളത് എന്ന് നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ നമ്മൾ എന്ത് പ്രവർത്തനം ചെയ്യുവാനാണ് നമ്മൾ ഓടിയിട്ടുള്ളത്? അതുകൊണ്ട് നരകമെന്ന് ഭയാനകമാണ്. ചൂടനുഭവിക്കുമ്പോൾ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടത്, ദുനിയാവിലെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാൻ പല മാർഗങ്ങളുമുണ്ട്. എന്നാൽ പരലോകത്തെ ചൂടിൽ നിന്ന് രക്ഷപ്പെടുവാൻ എന്റെ കയ്യിൽ എന്താണുള്ളത് എന്നത് നമ്മൾ ഓരോരുത്തരും ആലോചിക്കുകയും അതിനനുസൃതമായി ജീവിതത്തെ ക്രമപ്പെടുത്തുകയും ചെയ്യാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു അതിനെ അനുഗ്രഹിക്കുമാറാകട്ടെ. അഖൂലു ഖൗലി ഹാദാ വസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വലിസാഇക്കും ലിൽമുഅ്മിനീന മിൻ കുല്ലി ദംബ് ഫസ്തഗ്ഫിറുഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം. الحمد لله رب العالمين حمدا كثيرا كما أمر وأشهد أن لا إله إلا الله وحده لا شريك له. اللهم صل وسلم على سيدنا محمد وعلى آله وصحبه أجمعين. أما بعد, ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ച് തഖ്വയോടുകൂടി ജീവിതം ക്രമപ്പെടുത്തണമേ എന്ന് ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ധാരാളം മാർഗങ്ങൾ അവിടുന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽപ്പെട്ട ഒരു മാർഗമാണ് ദാനധർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക എന്നത്. നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കൽ ഒരിക്കൽ ഒരു മാതാവ് 2 പിഞ്ചോമന പൈതങ്ങളുമായി
വരുന്നത് ചരിത്രത്തിൽ കാണാം. എന്നിട്ട് ആ ഉമ്മ ചോദിക്കുകയാണ് ആയിഷ റളിയല്ലാഹു അൻഹയോട്, ഞങ്ങൾ ഭക്ഷണം കഴിച്ചിട്ട് 2-3 ദിവസങ്ങളായി ഞങ്ങൾക്ക് വിശക്കുന്നു, എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ ഞങ്ങൾക്ക് തരണമെന്ന് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീട്ടിൽ വന്ന് പ്രവാചകനില്ലാത്ത നേരം ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിക്കുകയാണ്. ആ നേരം ആയിഷ റളിയല്ലാഹു അൻഹ നമ്മുടെ ഹബീബിന്റെ വീട്ടിലേക്ക് കയറി ചെന്ന് പരതി നോക്കുകയാണ്, എന്താണ് അവർക്ക് കൊടുക്കാനുള്ളത്. നമ്മുടെ വീട്ടിലേക്ക് അതുപോലെ ഒരാൾ വന്നാൽ ഭക്ഷണം കഴിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് നമ്മുടെ വീട്ടിലേക്കാണ് കയറി വന്നതെങ്കിൽ വിഭവങ്ങൾ ധാരാളം നൽകാനുണ്ടാകും. എന്നാൽ നമ്മുടെ ഉമ്മയായ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ വീട്ടിൽ നിന്ന് തപ്പി നോക്കുകയാണ്, പരതി നോക്കുകയാണ്, എന്ത് കൊടുക്കും. പ്രവാചകന്റെ വീട് എന്നത് പട്ടിണിയായിരുന്നു. അങ്ങനെ അവസാനം പരതി നോക്കിയപ്പോൾ 2 കാരക്കയാണ് പ്രവാചക പത്നിക്ക് ആയിഷ റളിയല്ലാഹു അൻഹയ്ക്ക് കിട്ടിയത്. ആ 2 കാരക്ക എടുത്ത് ആ ഉമ്മയുടെ കയ്യിൽ വെച്ച് കൊടുത്തു. എന്നിട്ട് ആ ഉമ്മ ആ 2 പിഞ്ചോമന പൈതങ്ങൾക്ക് അതിൽ നിന്ന് ഒരു ചീളാക്കി, ഒരു കാരക്ക ചീളാക്കി 2 പേർക്ക് വീതിച്ചു കൊടുത്തു. ഒരു കാരക്ക ഉമ്മ തിന്നാൻ നിൽക്കുന്ന നേരം ഉമ്മയോട് മക്കൾ പറഞ്ഞു, ഉമ്മ, ഞങ്ങൾ വിശപ്പ് മാറിയിട്ടില്ല, അതുകൂടെ ഞങ്ങൾക്ക് നൽകണം എന്ന് ആ മക്കൾ പറഞ്ഞപ്പോൾ ഉമ്മ കഴിക്കാതെ, വിശപ്പ് സഹിക്കാതെ ആ ഉമ്മ ആ മക്കൾക്കത് നൽകുകയാണ്. അവരത് കഴിച്ച് വീട്ടിൽ നിന്ന് പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്പനേരം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോ ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വീട്ടിലുണ്ടായ സംഭവം പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആ ഉമ്മ ആ പ്രവർത്തനം ചെയ്തത് കാരണത്താൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സഹോദരങ്ങളെ, ഒരു ഈത്തപ്പഴത്തിന്റെ കഷ്ണം അത് ദാനം നൽകിയിട്ടാണെങ്കിലും നമ്മുടെ കയ്യിലുള്ളത് ചെറുതാണെങ്കിൽ പോലും ഭയാനകമായ ഭീതിപ്പെടുത്തുന്ന നരകത്തിന്റെ ചൂടിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. അവിടെ രക്ഷപ്പെടാൻ പ്രവാചകൻ പറഞ്ഞു, ഒരു കാരക്കയുടെ ചീള് കൊടുത്തെങ്കിലും നരകത്തിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെടാൻ സാധിക്കുമെങ്കിൽ അത് ചെയ്യണമെന്നാണ്. എത്രയോ പാവപ്പെട്ട ആളുകൾ നമ്മുടെ സമൂഹത്തിലുണ്ട്, പ്രയാസപ്പെടുന്ന ആളുകൾ. നമ്മളിങ്ങനെ ഈ ദുനിയാവിന്റെ കുത്തൊഴുക്കിൽ ഇങ്ങനെ സഞ്ചരിച്ചു പോവുകയാണ്. ആർമാദിച്ച് അട്ടഹസിച്ച് ജീവിക്കുന്ന നമ്മൾ ഈ ലോകത്തിന്റെ മറുലോകം നമ്മൾ അറിയുന്നില്ല. നമ്മൾ നല്ല സുഭിക്ഷമായ ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു നേരത്തെ ഭക്ഷണം കഴിക്കാൻ പ്രയാസപ്പെടുന്നവരുണ്ട്. ഒരു നല്ലൊരു വസ്ത്രം ധരിക്കാൻ പ്രയാസപ്പെടുന്ന ആളുകളുണ്ട്. അത്തരം ആളുകളെ സഹായിച്ചെങ്കിലും സഹോദരങ്ങളെ, നരകമെന്ന ഭീതിതമായ അവസ്ഥയിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് സാധിക്കണം. അങ്ങനെ രക്ഷപ്പെടുന്നവരുടെ കൂട്ടത്തിൽ നമ്മൾ ഉൾപ്പെടണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, നരകത്തിൽ നിന്ന് ആ ജ്വലിക്കുന്ന ഭീതിതമായ നരകശിക്ഷയിൽ നിന്ന് നീ ഞങ്ങളെ കാത്തുരക്ഷിക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, നിന്റെ തണലല്ലാത്ത മറ്റൊരു തണലുമില്ലാത്ത പരലോകത്ത് അർശിന്റെ തണൽ നൽകി അനുഗ്രഹിക്കുന്ന ഒരു കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, ഒരു വിഭാഗം നരകത്തിലേക്കും മറ്റൊരു വിഭാഗം സ്വർഗത്തിലേക്കും പോകുമ്പോൾ ആ സ്വർഗക്കാരുടെ കൂട്ടത്തിൽ നീ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുന്ന റഹ്മാനെ. അല്ലാഹുവേ, സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർ, കടബാധ്യത കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ഞങ്ങളുടെ കൂട്ടത്തിലുണ്ട്. അവരനുഭവിക്കുന്ന പ്രയാസങ്ങളും ഏറ്റവും നല്ല രീതിയിൽ
അത് ദൂരീകരിച്ചു കൊടുക്കണ റഹ്മാനെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവർ, വേദനകൾ അനുഭവിക്കുന്നവർ, അവരുടെ പ്രയാസങ്ങളെ, വേദനകളെ നീ അകറ്റി കൊടുക്കണ റഹ്മാനെ. അവർക്ക് ശിഫ നൽകണ റഹ്മാനെ. അല്ലാഹുവേ, വേദനകളെ പകരമായി ജീവിതത്തിൽ വന്നുപോയ പാപങ്ങളെ നീ മായ്ച്ചു കൊടുക്കണ റഹ്മാനെ. സഹോദരങ്ങൾ, അതോടൊപ്പം നമ്മുടെ ഒരു സഹോദരൻ നമ്മുടെ ജാമിയ അൽ ഹിന്ദ് അൽ ഇസ്ലാമിയയുടെ കമ്മിറ്റിയിലൊക്കെയുള്ള അഡ്വക്കേറ്റ് ഹബീബ് റഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെ സഹോദരൻ, അദ്ദേഹത്തിന്റെ മൂത്ത മകൻ ഹൃദയവുമായി ബന്ധപ്പെട്ടൊരു അറ്റാക്ക് വന്നതിന്റെ അടിസ്ഥാനത്തിൽ സൗദി അറേബ്യയിൽ 2-3 ദിവസമായി വെന്റിലേറ്ററിലാണ് എന്ന് അറിയിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പൂർണ്ണമായ ശിഫ നൽകി അവരെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആ കുടുംബം അനുഭവിക്കുന്ന പ്രയാസങ്ങൾ, വേദനകൾ അല്ലാഹു അവർക്ക് തക്കമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവർക്ക് അവരുടെ മകനെ പൂർണ്ണമായ ആരോഗ്യത്തോടു കൂടി അല്ലാഹു തിരിച്ചു നൽകുമാറാകട്ടെ. അതുപോലെ പ്രയാസം അനുഭവിക്കുന്നവർക്ക് അല്ലാഹു പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഅ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി വ യാ ഖാലിൽ ഹാജാത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ. അല്ലാഹുമ്മ റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.